ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനും ഈ വിവാഹം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അളിയ പിന്നെ എന്തിനളിയാ കൂടുതൽ ആലോചിക്കുന്നേ? ചെന്ന് മേഡത്തെ വിളിച്ചിറങ്ങേണ്ട വാ. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. ഇവിടെ ആരും അളിയനോട് ഒന്നും ചോദിക്കില്ല. ഞാൻ നോക്കിയോളാം അളിയ. ഓക്കെ റോൺ, ഞാൻ നോക്കാം. നോക്കിയിട്ട് പറയാം. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ആയിക്കോട്ടെ. ഞാനപ്പോ കുട്ടിയെ കാണുമ്പോ സംസാരിച്ചിട്ട് പറയാട്ടോ. മതി, അത് മതി. ഇവനൊരാര കെറുക്കം തന്നെ. ഓക്കെ ബ്രോ, കുറച്ച് തിരക്കുണ്ടേ. ഞാനെന്നങ്ങോട്ട്. അല്ല, എന്റെ മൊബൈൽ നമ്പർ വേണ്ടേ? ആ കുട്ടിയെ ബ്രോ കാണുമ്പോ എന്നെ ഒന്ന് വിളിക്കാലോ. റോഹൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ റോഹന്റെ അടുത്ത് ഒന്ന് പറയാം. ഓക്കെ, ഡൺ. എന്നാ ശരി. പിന്നെ ഇവിടെ എന്റെ കെട്ടിന് എന്തെങ്കിലും തടസ്സം ഉണ്ടോ എന്നുള്ള ടെൻഷനില്ല ഞാൻ. അപ്പോഴാ ഈ വായി നോക്കടെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ആ അമ്മേ, ഞാനിനി പെണ്ണ് കെട്ടുന്നില്ലെന്നുള്ള പരാതിക്ക് എന്നേക്കായിട്ട് വിട പറയാൻ സമയമായി. അതെ അമ്മേ, ഞാനൊരു പെൺകുട്ടിയെ കണ്ടു. എന്റെ സ്വപ്നസങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ച് ഞാൻ പറയുമായിരുന്നില്ലേ, ആ കുട്ടിയെ ഞാൻ നേരിൽ കണ്ടു അമ്മേ. അതെ അമ്മേ, വളരെ സുന്ദരിയാണ്. അമ്മയ്ക്ക് ഇഷ്ടമാവും. പേര് പറഞ്ഞില്ലമ്മേ, ആരാന്നും അറിയില്ല. പക്ഷെ ഞാൻ കണ്ടുപിടിക്കും. അവിടെ നിന്ന് എന്താ കാര്യം? ഇൻവിറ്റേഷൻ കാണുന്നുണ്ടോ? കല്യാണ ലെറ്റർ ഇല്ലല്ലോ. അതില്ലാതെ അകത്തേക്ക് വിടാൻ പറ്റില്ല. ചേട്ടന്മാരെ, നിങ്ങൾ ഇങ്ങനെ ഇവിടേക്ക് വരുന്ന ആളുകളെ വെറുപ്പിക്കല്ലേ. ഇത് വിവാഹത്തിന് മേൽനോട്ടം വഹിക്കുന്ന പൂജാരിയാ. എന്നിട്ടത് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. തിരുമേനകത്തേക്ക് വരും. രാജു, ഇങ്ങ് വന്നേ. ആ, തിരുമേനിച്ചില്ല, ഞാൻ വരാം. ഇവിടെ ഇങ്ങനെ നിന്നാ മാത്രം പോരാ. മുകളിലത്തെ നിലയിലെ ഹാളിലാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് പോയി അവിടെയും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ചെയ്യാം സാർ. ആ സാർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ? അത് സാർ, വരുന്ന ഗസ്റ്റുകളൊക്കെ ബൗൺസേഴ്സ് പിടിച്ചെടുത്ത് ചോദ്യം ചെയ്യുന്നത് ശരിയല്ല. അത് ഞാൻ നോക്കിക്കോളാം. നീയേ അകത്ത് പോ. സാർ, ഞാൻ പറയുന്നത്. പോടാ. അവന്റെ അടവ് കൊള്ളാം. ബൗൺസേഴ്സിനെ ഇറക്കിയിരിക്കുന്നതേ അവനിട്ടുള്ള പണിയാണെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. ശരിയാക്കി തരാം. തിരുമേനി, എല്ലാം ഉണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണം, ഞാൻ ഇപ്പൊ തന്നെ അറേഞ്ച് ചെയ്യാം. ഇല്ല രാജു, എല്ലാ സാധനങ്ങളും കൃത്യമായിട്ടുണ്ട്. ഓ, ഞാൻ തന്ന ലിസ്റ്റിൽ രാജുവാണല്ലോ സാധനങ്ങളൊക്കെ നോക്കി വാങ്ങിയതും എല്ലാം തിട്ടപ്പെടുത്തിയതും. അതെ തിരുമേനി, ഞാൻ തന്നെയാ. എങ്കിൽ പിന്നെ എനിക്ക് എന്തിനാ ടെൻഷൻ? രാജുവാണ് പോയതെങ്കിൽ എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് ഇവിടെ ഉണ്ടാവും. എനിക്കത് ഉറപ്പാ. വരൂ, യാമിനിമ്മയുടെ റൂമിലുണ്ട്. നിങ്ങൾ റൂമിലേക്ക് ചെന്നോളൂ. നിങ്ങളെ യാമിനിമ്മയുടെ കാത്തിരിക്കുക. ഈ വിവാഹം നടത്താൻ മുൻകൈ എടുത്തിരിക്കുന്നത് രാജുവേട്ടനാണോ? അങ്ങനെയൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നേ ഉള്ളൂ. അത് ശരി. എന്നാലും രാജുവേട്ടന് വിവാഹത്തിന് മുൻകൈ എടുക്കുന്നൊന്നും അത്ര നല്ലതല്ല കേട്ടോ. അതെന്താ? ഒന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്താ രാജു, പരാതിയും പരദൂഷണമാണോ? എന്ത് ചെയ്യാനാ തിരുമേനി, ആളുകളുടെ നാവല്ലേ. അതെ, അവരുടെ നാവിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തിരുമേനിയും കൂടി തുടങ്ങല്ലേ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
ആരാ? ഞാനിവിടെ വിവാഹത്തിന് വന്നതാ. അതൊക്കെ മനസ്സിലായി. ഇയാൾ ആരാണെന്നാ ചോദിച്ചത്. ഇവിടെ വിവാഹം നടക്കുമ്പോ വിവാഹം കൂടാനല്ലേ എല്ലാരും വരുന്നത്. ഇയാൾ ആരെന്നാ ചോദിച്ചത്. അല്ല, ഞാനിവിടുത്തെ വർമ്മ സാറിന്റെ PA രാജുവിന്റെ അളിയനാ. ഏ? ആ, അതെ, ഇത് എന്റെ അളിയനാ. ആ. അതേ കടത്തി വിടണം. ചെല്ല് ചെല്ല്. അളിയൻ വാ. കുടിക്കാൻ എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ? വേണല്ലേ? ഞാൻ വീട്ടിൽ പോയിരുന്നു. അവളോട് ഒരു ഗ്ലാസ് ചായ കുടിച്ചു. ജ്യൂസ് ഒന്നും വേണ്ട. അളിയ, റദ്ദികാമ്മയുടെ വർമ്മ സാറ് വീട്ടിൽ വന്നിരുന്നില്ലേ? അതെ അളിയ, അവര് വന്നിരുന്നു. അവിടെ അച്ഛൻ്റെ രാധവയും പ്രിയൊക്കെ റെഡിയായി നിൽപ്പുണ്ട്. രമ്യ അവർക്ക് വണ്ടി റെഡിയാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടോ മുങ്ങി. അത് സാരമല്ല, ഇങ്ങനെ ഞാൻ വണ്ടി അറേഞ്ച് കൊടുത്തിട്ടുണ്ട്. അളിയ, എനിക്ക് അളിയനോട് സംസാരിക്കണം. അളിയ, ഇവിടെ വെച്ച ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു സംസാരം വേണ്ട. ആരെങ്കിലും കേട്ട പ്രശ്നമാവും. അളിയ, ഞാൻ ഇന്നലെ അളിയനോട് കുറച്ച് മോശമായി സംസാരിച്ചപ്പോ എനിക്കൊരു ഉൾക്കുത്തല്. ഞാൻ അതുകൊണ്ടാ നേരെ വിവാഹത്തിന് കൂടുതൽ മുമ്പേ അളിയനെ കൊണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നേ. ഞാൻ ഇന്നലെ അളിയനോട് ഋതികാമ്മയുടെ വിഷമാവും ശാപവും എന്നൊക്കെ പറഞ്ഞപ്പോ അളിയന്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ടാക്കി. അളിയനോട് ക്ഷമിക്കണം. ഹേ അളിയ, എന്തളിയത്? അളിയൻ പറഞ്ഞത് ശരിയാ. ഞാനത് ആലോചിച്ചു. ശരിക്കും ഈ വിവാഹം തീരുമാനിച്ചതിന് ശേഷം ദീപക് എന്നോട് സംസാരിച്ചിരുന്നു. അവൻ എന്താ എന്നോട് പറഞ്ഞെന്ന് അളിയൻ അറിയാമോ? എന്താ അളിയ? എടാ, അവളുടെ കല്യാണം കഴിഞ്ഞ എന്താ ഉണ്ടാൻ പോകുന്നറിയോ? ഞാൻ അവളെ എന്റെ കയ്യിലിട്ട് ഞെരിക്കും. ഞാൻ അളിയനോടൊരു കാര്യം പറയാം. അളിയന് വർമ്മ സാറിനോടുള്ള ബഹുമാന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതുവാ. എന്നിരുന്നാലും അളിയ, നമ്മുടെ ഋതികാമ്മയുടെ എല്ലാം അറിഞ്ഞുകൊണ്ട് ആ ചെറ്റയുടെ കൈ പിടിച്ച് കൊടുത്ത അതോടെ ആ പാവത്തിന്റെ ജീവിതം നാശാവും അളിയ. അതുകൊണ്ട് അളിയ, അളിയ, എനിക്ക് മനസ്സിലാവും എന്റെ അവസ്ഥ. അളിയോടൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എങ്ങനെ വർമ്മ സാറിന് വിഷമുണ്ടാക്കുന്ന കാര്യം ചെയ്യും? അളിയ, വർമ്മ സാറിന് വിഷമാവൂന്ന് അളിയനോട് ആരാ പറഞ്ഞേ? ഇതൊക്കെ അളിയ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നതല്ലേ? വർമ്മ സാർ അളിയനോട് ചോദിച്ചതല്ലേ മാഡത്തിന് വിവാഹം കഴിക്കാൻ പറ്റുമോന്ന്? അപ്പൊ അളിയൻ പറഞ്ഞു പറ്റില്ല. പിന്നെ വർമ്മ സാർ എന്തി? അളിയ, എങ്ങനെയെങ്കിലും ഈ വിവാഹം നമുക്ക് മുടക്കണം അളിയ. ഇനിയിപ്പോ അളിയന്റെ സമ്മതമില്ലെങ്കിലും ഞാൻ ഈ വിവാഹം മുടക്കിയിരിക്കും. അളിയൻ എന്നോട് ദേഷ്യം തോന്നരുത്. അളിയ, ഞാനും ഈ വിവാഹം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അളിയ, പിന്നെ എന്തിനാ അളിയ കൂടുതൽ ആലോചിക്കുന്നേ? ചെന്ന് മേടത്തെ വിളിച്ചിറങ്ങേണ്ടവാ. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. ഇവിടെ ആരും അളിയനോട് ഒന്നും ചോദിക്കില്ല. ഞാൻ നോക്കിയോളാം അളിയ. അകലേ നോവിനാലേ